ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിത ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. കാരണം ഇഷാദ് പോയി ആ ഒരു കുറവ് ഇഷിതക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇഷിത വല്ലാത്ത വിഷമത്തിലിരിക്കുന്ന സമയത്ത് മഹേഷ് ഫോണിലേക്ക് വിളിക്കുകയാണ്. എടോ, താനിത് എവിടെയാടോ? വീട്ടിലെത്തിയോ ഇഷാദിനെ കൊണ്ട്? ഞാൻ ദേ വന്നോണ്ടിരിക്കുക കേട്ടോ. താൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ വരുമ്പോൾ ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നു പറയട്ടോ എന്ന് പറയുമ്പോ മഹേഷ് അത് എന്ന് പറയണം. എന്താടോ, എന്താ തന്റെ സൗണ്ട് ഒക്കെ വല്ലാതിരിക്കണത്? ഞാൻ വീട്ടിലല്ല, ഹോസ്പിറ്റലിലാണ്. അപ്പൊ താൻ വീട്ടിൽ ഇതുവരെ എത്തിയില്ലേ? കൊള്ളാം. ദേ അച്ഛനും അമ്മയൊക്കെ കാത്തിരിക്കാട്ടോ. ചിപ്പിയാണെങ്കിൽ നേരത്തെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇഷാദിനെ കാത്തിരിക്കുക, ഇഷാദിന്റെ വരവിനെ വേണ്ടിയിട്ട് കാത്തിരിക്കുക എല്ലാവരും എന്ന് പറയാണ്. വിനോദം പറ്റുമെങ്കിൽ വരും എന്ന് പറയുന്നുണ്ട്. ഇഷാദ് വരില്ല മഹേഷ്. എന്ത്? ഇഷാദ് വരില്ലെന്നോ? എടാ, താൻ എന്തൊക്കെയാണ് പറയണത്? ഇഷാദ് വരില്ലെന്നോ? എന്തു പറ്റി? അവനെ ഭയങ്കര താല്പര്യം തന്നെ എല്ലാരെയും കാണാനായിട്ട്. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ അത് ഇഷാദിനെ കാണുന്നില്ല. അവന് ഇന്നലെ രാത്രി ഓർമ്മശക്തി തിരിച്ചു കിട്ടി, അവൻ തിരിച്ചുപോയി. താൻ എന്താടോ പറയുന്നത്? അതെ, ഞാൻ സത്യമോ പറഞ്ഞത്. ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. മഹേഷിനാകെ വിഷമമാണ്. മഹേഷിന് മനസ്സിലായി ഇഷിതക്ക് അത് താങ്ങാൻ പറ്റതിന് അപ്പുറമാണെന്ന്. അതുകൊണ്ട് തന്നെ മഹേഷ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇഷിത എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഡോക്ടർ റൂമിലുണ്ടെന്ന് പറയാണ്. ഇഷിതയാണെങ്കിൽ ഇഷാദിന്റെ റൂമിൽ തന്നെ അവിടെ മഹേഷ് കാണുമ്പോഴേക്കും ഇഷിത കരഞ്ഞുകൊണ്ടിരിക്കാട്ടോ. താൻ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? തനിക്കറിയാലോ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ ഓർമ്മശക്തി തിരിച്ചിട്ടും അവൻ അവന്റെ യഥാർത്ഥ അമ്മേനെ അച്ഛനെ അന്വേഷിച്ചു പോകുമെന്ന്. താനിങ്ങനെ വിഷമിക്കല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എല്ലാം മനസ്സിനെ പാകപ്പെടുത്തണമെന്ന്. ഇതാ തന്റെ കുഴപ്പം. പിള്ളേരെയൊക്കെ താൻ സ്വന്തം മക്കളായിട്ട് സ്നേഹിക്കും. സാരമില്ലടോ, നമുക്ക് ചിപ്പിയില്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് പോകാട്ടോ. അങ്ങനെ ഇഷിതക്ക് വിഷമം ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ റിക്കവർ ആവാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതേ സമയത്ത് വിനോദ് നമ്മുടെ അനുഗ്രഹനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകണം. അപ്പൊ അനുഗ്രഹ വരുന്ന സീനിന്ന് കാണിച്ചിരുന്നല്ലോ. അങ്ങനെ അനുഗ്രഹനെയും കൂട്ടിക്കൊണ്ട് നേരെ പോണത് ആ വുമൺസ് ഹോസ്റ്റലിലേക്കാണ്. അപ്പൊ അനുഗ്രഹ പറയണ്ട്, വുമൺസ് ഹോസ്റ്റലിൽ പോണ മുമ്പ് എനിക്ക് നിന്റെ വീട്ടിൽ പോകണം എന്ന് പറയാണ്. എന്റെ വീട്ടിലോ? അതെ, നിന്റെ അച്ഛനും അമ്മേനെയും ചേട്ടനെയൊക്കെ ഒന്ന് കാണണം എന്ന് പറയാണ്. ശരി, എന്നാ അങ്ങോട്ട് പോയിട്ട് നമുക്ക് വുമൺസ് ഹോസ്റ്റലിൽ പോകാം എന്ന് വിനോദം പറയാണ്. അതിനുശേഷം വിനോദ് നേരെ അനുഗ്രഹനെയും കൂട്ടിക്കൊണ്ട് ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ. അത് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുവാണ് 101ലേക്ക്. അപ്പൊ അവിടെ വാതിൽ മുട്ടുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി അതുപോലെ തന്നെ രാമനാഥനാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ സ്വപ്നവലി രാമനാഥൻ വാ വിനോദേ വാ എന്ന് പറയണ. ഇതാണ് നീ പറഞ്ഞ കുട്ടിയല്ലേ, മഹേഷിന്റെ ആ മേഡത്തിന്റെ മകൾ? അതെ, അനുഗ്രഹ എന്റെ ഫ്രണ്ടും കൂടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അനുഗ്രഹ വേഗം നമ്മുടെ സ്വപ്നവലിയുടെ രാമനാഥനെ കാല് തൊട്ട് വഴങ്ങുവാട്ടോ. കാരണം അനുഗ്രഹയുടെ ഉദ്ദേശം വിനോദിനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അതിനെ വേണ്ടിയിട്ട് നമ്മുടെ രാമനാഥനെ സ്വപ്നവലിനെ ഇംപ്രസ് ചെയ്യണം. അതിനെ വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്. ആ സമയത്ത് സ്വപ്നവലി പറയണ്ട, ഹായ്, ഈ കുട്ടി എത്ര നല്ല കുട്ടിയാണ്, എന്തൊരു നല്ല എളിമയാണ് ഈ കുട്ടിക്ക്. ഇതുപോലത്തെ ഒരു കുട്ടീനെയാണ് ഞാൻ വിനോദിനെ വേണ്ടി ഉദ്ദേശിച്ചത് എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അതേസമയം രാമനാഥൻ പറഞ്ഞു, മോളെ കാലിലൊന്ന് വീഴണ്ടെന്നേ, മോള് നന്നായിട്ട് വരും. മോളെ വന്നേലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ വന്നേ ഉള്ളൂ. പിന്നെ വിനോദിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. വിനോദിന്റെ അച്ഛനമ്മയെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അല്ല, മഹേഷ് ഏട്ടനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവനില്ല. ആ മഹേഷിന്റെ വൈഫോ? ഇല്ല, ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഓ, അവരെപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് വരുമ്പോഴേക്കും താമസിക്കുമായിരിക്കും. അപ്പൊ അവരെ കാണാൻ പറ്റില്ലല്ലേ? അല്ല, മഹേഷിന്റെ വൈഫിന്റെ ഫ്ലാറ്റ് തൊട്ട് മുമ്പിലല്ലേ? അതെ. എന്നാൽ ഞാൻ അവിടെ പോയിട്ട് അവരെ വീട്ടുകാരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. എല്ലാരും പരിചയപ്പെടേണ്ടതല്ലേ ഭാവിയില്? മോളെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, അവരൊക്കെ പരിചയപ്പെടാൻ നല്ലതല്ലേ എന്ന് പറഞ്ഞതാ. ഓ, അങ്ങനെ, ശരി, പോയി പരിചയപ്പെട്ടിട്ട് വാ എന്ന് പറയണം. അങ്ങനെ വിനോദ് നമ്മുടെ അനുഗ്രഹനെയും കൂട്ടിക്കൊണ്ട് 100ലേക്ക് പോകുക കേട്ടോ. വാതിൽ മുട്ടുമ്പോഴേക്കും മാഷാണ് വാതിൽ തുറക്കണത്. ഇതാര്? വിനോദോ? വാ കേറി വാ. കൂടെ ആരാ ഇത്? ഇതാണ് അനുഗ്രഹ, മഹേഷ് ചേട്ടന്റെ മേഡത്തിന്റെ മകളാ, എന്റെ ഫ്രണ്ടാണ്. ആണോ? വാ കേറി വാന്ന് പറയാണ്. മാഷിനെ കുറിച്ച് എനിക്ക് അറിയാം കേട്ടോ. ഇവിടെ വരുമ്പോ മാഷിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മാഷ് അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോ എന്താ കുട്ടി ഇത്? അല്ല, മാഷിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ നന്നാവോന്ന് ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് അനുഗ്രഹിക്കണം. മോള് നന്നായിട്ട് വരും, മോള് നല്ലൊരു കുട്ടിയാണല്ലോ എന്ന് മാഷ് പറയാണ്. ഇതാണ് ഇഷിതേച്ചിയുടെ അമ്മയല്ലേ, പ്രിയാമണി. അമ്മ ഭയങ്കര ചെറുപ്പമാണല്ലോ എന്ന് പറയാണ്. ആണോ? പിന്നെ അമ്മയുടെ ചായയുടെ കൈപ്പുണ്യം വിനോദം പറയാറുണ്ട് കേട്ടോ. എന്നാ മോൾക്കൊരു ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ചായ എടുക്കാണ്. അവിടേക്ക് സുചിത്ര വരുന്നുണ്ട്. ഇതാണ് സുചിത്ര, വിനോദിന്റെ ഫ്രണ്ട് അല്ലേ? അതെ എന്ന് പറയാണ്. സുചിത്രനെ കുറിച്ച് ഇവൻ പറയാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവന്റെ ഫ്രണ്ട് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ടാണ് എന്നിങ്ങനെ പറയാണ്. അതൊക്കെ സുചിത്രക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അവിടേക്ക് നമ്മുടെ ഇഷിത കയറി വരുവാണ്. അമ്മേ, ദേ ഇഷിത വന്നല്ലോ. ഇതാണ് ഇഷിത ചേച്ചി അല്ലേ? ഹായ് ചേച്ചി. അനുഗ്രഹ അല്ലേ? മഹേഷ് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. വിനോദിന്റെ ഫ്രണ്ട്. വെറും ഫ്രണ്ട് അല്ല ചേച്ചി, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിത പതുക്കെ സുചിത്രയുടെ മുഖത്തേക്ക് നോക്കാണ്. സുചിത്രക്ക് കുശുമ്പ് കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല കേട്ടോ. പതുക്കെ ഇഷിത സുചിത്രയുടെ പറയണ്ട്, എടി സുചി, നിന്റെ വിനോദിനെ അനുഗ്രഹ തട്ടിക്കൊണ്ട് പോവോ? ഒന്ന് പോ ചേച്ചി എന്ന് പറയാണ്. ശേഷം അനുഗ്രഹ പറയണ്ട്, അതെ,
ഞങ്ങൾ ഇന്ന് ഇറങ്ങട്ടെ. സുചിത്ര നീ വരുന്നുണ്ടോ? നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാന്നേ. വരാം എന്ന് സുചിത്ര പറയാണ്. അങ്ങനെ വിനോദ് ഡ്രൈവ് ചെയ്യാണ്. ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ട് മുമ്പിൽ തന്നെയായിട്ട് അനുഗ്രഹം ഇരിക്കുകയാണ്. പുറകിലാണ് സുചിത്ര ഇരിക്കണേ കേട്ടോ. അങ്ങനെ സുചിത്ര ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് അനുഗ്രഹം പറയുന്നുണ്ട്, സുചിത്ര മിണ്ടാതിരിക്കെ, ഞാനിക്കും വിനോദിനും കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന പറഞ്ഞിട്ട് വിനോദായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചോണ്ടിരിക്കട്ടെ. അനുഗ്രഹനെ പിണക്കണ്ടെന്ന് മഹേഷ് പറഞ്ഞതുകൊണ്ട് വിനോദ് ഒന്നും തിരിച്ചു പറയുന്നില്ല, എല്ലാം മൂളിക്കൊണ്ടിരിക്കുകയാണ്. സുചിത്രക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനുഗ്രഹം നല്ല ഭയങ്കര ജോളിയായിട്ടാണ് വിനോദിനോട് ഇടപെടുന്നത്. അത് ഒട്ടും തന്നെ സുചിത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സുചിത്രയുടെ കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ ഇഷിതടുത്ത് ചോദിക്കേണ്ട മാഷും പ്രിയാമണിയൊക്കെ അല്ല മോളെ, ഇന്ന് ആ കുട്ടീനെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് എവിടെയാ കുട്ടി? അത് വന്നില്ലമ്മേ. വന്നില്ലെന്നോ? അതെന്താ? അവന് ഓർമ്മശക്തി ഇന്നലെ രാത്രി തിരിച്ചു കിട്ടി. അവൻ പോയമ്മേ, അവന്റെ വീട്ടിലേക്ക് തന്നെ പോയെന്നോ? ഷോ, അത് കഷ്ടമായി പോയല്ലോ മോളെ. സാരില്ല, എന്റെ മോൾക്ക് വരാത്ത വിഷമമായല്ലേ. കുഴപ്പമില്ലമ്മേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ. അഡ്മിറ്റ് ആവുന്ന ചില പിള്ളേരുണ്ട്, കുറച്ച് അധികം നാൾ അഡ്മിറ്റ് ആവേണ്ടി വരാറുണ്ട് ചില കേസില്. അവരായിട്ട് ഞാൻ ഇതുപോലെ ഒരുപാട് പെട്ടെന്ന് അടുക്കാറുണ്ട്. അവര് പോയി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വിഷമമാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയാണ്. അങ്ങനെ ഇഷിത തിരിച്ച് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. സ്വപ്നവല്ലിയും രാമനാഥനെ ചോദിക്കണ്ടല്ല, ഇഷാദിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവൻ പോയി എന്ന് പറയണം. അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടി, അവൻ പോയെന്ന് പറയാണ്. ആകെ വിഷമമായിട്ട്. അപ്പൊ വിനോദ് ഇങ്ങനെ ചോദിക്കണ്ട, എന്താ ഇടത്തിനെ വിഷമിക്കണത്? അപ്പൊ സ്വപ്നവല്ലിയും അതുപോലെ രാമനാഥനൊക്കെ പറയണ്ട, അത് പറഞ്ഞില്ലേ ഒരു ഇഷാദ് എന്ന് പറഞ്ഞ കുട്ടിയെ വണ്ടി ഇടിച്ചത്, ആ കുട്ടി പോയത്രേ, അതാ നിന്റെ ഇടത്തേക്ക് ഇത്ര വിഷമം. ഓ, ഇതാണ് ചേച്ചി, അതൊന്നും കുഴപ്പമില്ല, എല്ലാം ശരിയാകും എന്നൊക്കെ പറയാണ്. അങ്ങനെ വിനോദ് കുറെ നാളിന് ശേഷം ആകാശിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ വെച്ചിട്ട് നമ്മുടെ ആദിനെ കാണുവാണ്. ആദിനെ കാണുന്ന വിനോദിന് ഭയങ്കര സന്തോഷം തോന്നുവാണ്. കാരണം തന്റെ ചേട്ടന്റെ മൂത്ത മകൻ ആദിയാണ് അതെന്ന് നമ്മുടെ വിനോദിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. തന്റെ ചേട്ടനെ എടുത്തു വെച്ച പോലെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദിനെ ഭയങ്കര ഒരു ഇഷ്ടം ആദ്യം തോന്നുവാട്ടോ. വിനോദ് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ വിനോദ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വിനോദിന്റെ കയ്യിൽ നിന്നാണ് ഇഷിത ഈ സത്യം അറിയുന്നത്. ആദ്യം അതായത് ഇഷാദ് നമ്മുടെ രചനയുടെ വീട്ടിലുണ്ടെന്നുള്ള സത്യം. പക്ഷെ അപ്പോഴും മഹേഷിന്റെ മോനാണെന്നുള്ള സത്യമൊന്നും ഇഷിതക്ക് അറിയില്ല കേട്ടോ. വിനോദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ അവിടെ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഇഷിത കാണുന്നത്. ഇതാണ് ഇഷാദ് എന്ന് നമ്മുടെ വിനോദിനോട് പറയുന്നുണ്ട് ഇഷിത. പക്ഷേ വിനോദിന്റെ സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇഷിത സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിനോദിന് അറിയാം. അഥവാ വിനോദിന്റെ വായി നിലങ്ങാനും ഇത് മഹേഷിന്റെ മൂത്ത മകനാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷിതക്ക് പ്രശ്നവും കുടുംബ കലഹവും. അതുകൊണ്ട് നമ്മുടെ വിനോദ് ഭയങ്കരമായിട്ട് നൈസായിട്ടാണ് അവിടെ നിന്ന് ഒഴിവാവണത്. ഇത് ആകാശിന്റെ വകയിലെ ഇതൊരു കുട്ടിയാണ് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ചിപ്പിക്ക് അങ്ങനെ തന്നെയാണല്ലോ അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ നൈസായിട്ട് ഇഷിതടുത്ത് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇഷിതക്ക് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡ് കുറച്ച് സാഡുമാണ്. പിന്നെ സുചിത്രയുടെ കുറച്ച് കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ ആണ് കാണിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന അടിപൊളി ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.